ആസ് വിത്ത് ഇത് വളരെ കോമൺ ആയ ഒരു ഇംഗ്ലീഷ് ഫ്രേസ് ആണ്. ഇതിൻ്റെ മീനിങ് ഇൻ ദ സെയിം വേ ആസ്, ലൈക്ക് ഓർ സിമിലർ ടു എന്നൊക്കെയാണ്. ആദ്യം പറഞ്ഞ ഒരു സിറ്റുവേഷൻ വേറൊരു കാര്യത്തിനും കൂടി ബാധകമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ആസ് വിത്ത് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ മീനിങ് മനസ്സിലാകും. ആസ് വിത്ത് ഏർലിയർ മൂവീസ്, ദ സ്പെഷ്യൽ ഇഫക്ട്സ് ഇൻ ഹിസ് ലേറ്റസ്റ്റ് മൂവി ആർ ബ്രില്യൻറ്റ്. മുൻ സിനിമകളിൽ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിലും സ്പെഷ്യൽ ഇഫക്ട്സ് വളരെ മികച്ചതാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. മുൻ സിനിമകളിൽ എന്ന പോലെ മറ്റുള്ള സിനിമകളിലൊക്കെ, ഇതിനു മുൻപുള്ള സിനിമകളിലൊക്കെ സ്പെഷ്യൽ ഇഫക്ട്സ് വളരെ മികച്ചതാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിലും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ, ജസ്റ്റ് ലൈക്ക് എന്ന മീനിങ്ങിലാണ് ആസ് വിത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ആസ് വിത്ത് മെനി ഇന്ത്യൻ ഫെസ്റ്റിവൽസ്, ദീപാവലി ഈസ് all about lights and celebrations. ഇന്ത്യയിലെ മറ്റ് പല ഉത്സവങ്ങളെയും പോലെ ദീപാവലിയും ദീപങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞതാണ്. ആസ് വിത്ത് മെനി ഇന്ത്യൻ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ മറ്റ് പല ഉത്സവങ്ങളെയും പോലെ തന്നെ എന്നാണ് മീനിങ്. ആസ് വിത്ത് മോസ്റ്റ് ടെക് കമ്പനീസ്, ഇന്നോവേഷൻ ഈസ് ദെയർ ടോപ്പ് പ്രയോറിറ്റി. മിക്ക ടെക് കമ്പനികളെയും പോലെ നവീകരണമാണ് അവരുടെയും പ്രഥമ പരിഗണന. എല്ലാ ടെക് കമ്പനികൾക്കും അതുപോലെ തന്നെയാണ് അവരുടെയും പ്രഥമ പരിഗണന. ആസ് വിത്ത് മോസ്റ്റ് ടെക് കമ്പനീസ് എന്ന് പറയുമ്പോൾ ആ ഒരു അതുപോലെ തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആസ് വിത്ത് ഗുഡ് ഫുഡ്, പേഷ്യൻസ് ഈസ് റിക്വയർഡ് ടു മേക്ക് ദ പെർഫെക്റ്റ് ബിരിയാണി. നല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ പെർഫെക്റ്റ് ബിരിയാണി ഉണ്ടാക്കാൻ ക്ഷമ ആവശ്യമാണ്. ആസ് വിത്ത് ഗുഡ് ഫുഡ്, എല്ലാ നല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആസ് വിത്ത് എന്ന ഫ്രേസിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ.